DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. ആ മണിയർ വരെ ഒന്ന് വരാമോ? ഒരു സംശയം തീർക്കാം. ഓടി രക്ഷപ്പെട്ടതാ എന്നെ കൊണ്ടുപോകാതെ. സീനൊന്ന് മണിയറയിലേക്ക് വരുന്നു, കുറ്റിയിടുന്നു. ഇവിടെ പാചകം ഉണ്ടാക്കാൻ വന്നല്ല, കുടുംബം ഉണ്ടാക്കാനല്ല. പോയി പാചകം ചെയ്യണം. എനിക്ക് മാത്രം വെപ്രാളം മതി, കുട്ടിലൊന്നും വെപ്രാളം കാണിക്കണ്ട. ഇട്ടല്ലേ പോയത്, ഇട്ടാ പോയാൽ വിഷമിക്കേണ്ടത്. കൊണ്ട് അച്ഛ വെളുപ്പിക്കാനുള്ള വക ഉണ്ടാക്കി. അച്ഛൻ എനിക്ക് പിടി കിട്ടി, കുട്ടി. ഓ മാനുഫാക്ചറിംഗ് ഡിഫക്ട്. ആ അതിന് ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറച്ചി എടുക്കാൻ പോവാം. ഹായ്, ചിരിക്കാനും ചിരിപ്പിക്കാനും ഇഷ്ടമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ബിഹൈൻഡ് വുഡ്സ് പ്രസൻസ് ചിരിയോ ചിരിയിലേക്ക് സ്വാഗതം. ദ വെരി ഫസ്റ്റ് ഫ്രഷ് എപ്പിസോഡ് ഓഫ് ചിരിയോ ചിരി. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്താണ് ചിരിയോ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊമീഡിയൻസ് അതുപോലെ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ ഒരു ഷോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കോമഡി ഉണ്ടാവും ആൻഡ് ഓൾസോ ബിഗ് മൊമെന്റ്സ്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കോമഡിയിൽ എടാ ഞാൻ വിളിക്കാം, നിങ്ങളെ വിളിക്കാം. പെട്ടെന്ന് കളിക്കാം ഞങ്ങൾ. എന്താണ് ഇത്ര തിരക്ക്? ധൃതിയുണ്ട്, പെട്ടെന്ന് കളിക്കാം. എന്താ ധൃതി? കളിക്കാം പെട്ടെന്ന്. കളിക്കാനല്ലേ വന്നത്, സ്കിറ്റ് കളിക്കാനല്ലേ വന്നത്? അല്ല ആദ്യത്തെ നമ്പർ ഇല്ല, ഗെവിനും കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിറ്റ് കളിച്ചാൽ മതി. ഏതാ അവന് പറ്റിയെന്നില്ല, നമ്മളെ ലിസ്റ്റിൽ നമ്മളല്ലേ ഫസ്റ്റ്. ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ഞങ്ങൾ ആദ്യമേ കളിക്കാം. അയ്യോ അങ്ങനെ പരിഗണനയൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറ്റില്ല. നമ്മൾ നമ്മൾ ആദ്യമേ കാരണം ചോദിക്കാം. ഹലോ, ഞങ്ങൾക്ക് എക്സാം ഉള്ളതാ, ഞങ്ങൾക്ക് ആദ്യം സ്കിറ്റ് കളിക്കണം. ഞങ്ങൾക്ക് നേരത്തെ പോണത് ശരിയല്ല കേട്ടോ. പോയി നിങ്ങള് എന്തുവാ ഞങ്ങൾക്ക് കളിക്കണം ആദ്യം. എന്താ നിങ്ങൾ നമ്മളിവിടെ കോമഡി അവതരിപ്പിക്കാനാണ് വന്നത്. നമുക്ക് എക്സാം ഉള്ളതാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിലേ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്കിറ്റ് അങ്ങ് കളിക്ക്. അങ്ങനെ ആരെ എക്സാമിനാ അങ്ങോട്ടല്ലേ ഓടിപ്പോക്കോ. ഓക്കെ, ഞാൻ ഇല്ലേ പരിപാടിക്ക് ഞാൻ പോവാ. അല്ല ഒരു സ്കിറ്റ് കളിച്ചാലോ, കളിച്ചിട്ട് അപ്പൊ അല്ലേ കളിക്കല്ലേ അങ്ങനെ ചെയ്യാം. വെള്ളം തിളക്കാറ മലക്കരൊന്നും പറക്കിട്ടില്ലേ. കുക്കറായിരുന്ന ആ ചേട്ടൻ പരിപാടി കാണിച്ച് എന്നെ എന്തിനാ ഇതിനകത്തോട്ട് എടുത്തിട്ട്? എടാ നീ എങ്ങനെ ഇതിനകത്ത് പോയത്? ഞാൻ ഓട്ടോ പിടിച്ചു കയറി. ആ ചേട്ടൻ എന്നെ ഇതിനകത്തോട്ട് എടുത്തിട്ടത്. എടാ നിന്റെ അടുത്ത് ഞാൻ 1000 വട്ടം പറഞ്ഞ് പാചകത്തിന് വരുമ്പോ ഇതുപോലെ പച്ച ഉടുപ്പിട്ടുണ്ട് വരുന്നത്. ഞാൻ വിചാരിച്ച മുരിങ്ങക്കാണെന്ന്. ഇതല്ലേ ഇത്ര വലിയ വിഷയം? ഇതങ്ങ് ഊരിയ കാര്യം കഴിഞ്ഞില്ലേ? യോ ആശാനെ, ഒരു മിനിറ്റ് പിടിച്ചോ. എന്താടാ ഉള്ളി ഇവിടെന്ന് ഞാൻ ഇതിനകത്ത് വീണപ്പോ കിട്ടിയ വേറെ വല്ലതും നീ? വേറൊന്നുമില്ല. ഹലോ ഹലോ, നാളെയാണ് കല്യാണം. നാളെയാണ് മാമ ഒരു സ്ത്രീ ശക്തി ലോട്ടറി. പോടാ, ഞാൻ ആരും നിനക്ക് മനസ്സിലായടാ? സോറി അറിയാൻ വയ്യാത്തോണ്ട. എന്താ പറഞ്ഞോട്. ഞാൻ പരിപാടി ആശാനെ കാണിക്കുന്നേ. ഞാൻ അറിഞ്ഞില്ല. എന്താ ബുധനാഴ്ചയാന്ന് അറിയത്തില്ലേ? ഒരു കാര്യം പ്ലസ് കേട്ടോ. ഞാൻ ലോട്ടറി കച്ചവടക്കാരനല്ല, പിന്നെ ഞാൻ മാമന്റെ ചെറുക്കനാ. അല്ല ഞാൻ ചെറുക്കന്റെ മാമനാ. ഓ അങ്ങനെ. മാമനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഞാൻ ഓർത്തത്. ചേനെ വെട്ടി കത്തിട്ടാടാ നീ? അയ്യോ ഇല്ല. ഓക്കെ അത്ര വലിയ ചൊറിയനല്ല ഞാൻ കേട്ടാ. ഇതെന്താടാ ഈ സാമ്പാറിന് ഒരു സൗന്ദര്യം ഇല്ലല്ലോടാ. മാമ നാളെ നിങ്ങൾ പയ്യനെ കൊണ്ട് വീട്ടിൽ പറഞ്ഞ് പോകുമ്പോഴേ ഒരു തൊട്ടി സാമ്പാറും കൂടെ കോരിക്കൊണ്ട് പോകും. ആവശ്യമുള്ള സൗന്ദര്യം വരുത്തിക്കൊണ്ട് വരി. നീ എന്നെ കളിയാക്കാനാടാ? സാമ്പാറിനത്തെ സൗന്ദര്യം ഓരോന്ന് നീ എന്നെ കളിയാക്കാനാടാ? പോയി നിങ്ങൾ ചുമ്മാ പറഞ്ഞു. ആശാനെ ചിരിക്കരുത്, പയ്യെ തിരിഞ്ഞൊക്കെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു അരിപ്പുട്ട് നിൽക്കുന്നുണ്ട്. മാമ ഒരു അരിപ്പുട്ട് അരിക്കുട്ടല്ല, അതാണ് എന്റെ മരുമ ഹരിക്കുട്ടൻ. അവന്റെ കല്യാണമാണല്ലോ നാളെ. ചെറുക്കിന് ഭയങ്കര വെപ്രാളം. സീനൊന്ന് മണിയറയിലേക്ക് വരുന്നു, കുറ്റിയിടുന്നു. പെണ്ണിന്റെ എൻട്രി പാലുമായിട്ട് വരുന്നു. ഓക്കെ ഡയറക്ടറാണോ? അയ്യോ ഡയറക്ടർ ഒന്നല്ല, ഒരു മാസം മുമ്പ് അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നാളെ കല്യാണം കഴിയില്ല, അപ്പൊ അതിന്റെ റിഹേഴ്സൽ നോക്കണം. ചെറുക്കിന് ഭയങ്കര വെപ്രാളമല്ല, ആക്രാന്തം.
ചെറുക്കന് ഞാൻ ഇല്ലാതെ പറ്റൂല. എന്താ ആ മണിയർ വരെ ഒന്ന് വരാവോ? എന്തിണ്ടാ? ഒരു സംശയം ആ, തീർക്കാം. നാറി. അയ്യോ അതല്ല, പിന്നെ മണിയറയില് കുറെ ഡെക്കറേഷൻ ഒക്കെ നടത്താം. അതൊക്കെ പിന്നെ എന്റെ 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പരിചയപ്പെടാം. വാ. അരിപ്പുട്ട് വരെയാണ്. ദൈവത്ത് ഓർത്ത് ഒന്നും മിണ്ടരുത്. ഇവിടെ കണ്ടില്ല, ചിരിക്കേ ചെയ്ത് കേട്ടില്ല. ഓക്കെ By the way, ഞാൻ പരിചയപ്പെടുത്താൻ പോയി, ഇതെന്റെ മരുമോൻ ഹരിക്കുട്ടൻ. ആണും പെണ്ണും കെട്ടതായിട്ട് എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. അമ്മാ, ആണും പെണ്ണുമായിട്ട് എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവന്റെ കല്യാണം നാളെ. ശരി, എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നാളെ എന്റെ മുഹൂർത്തം 9 മണിക്കാണ്. മുഹൂർത്തം 9 എന്റെ മുഹൂർത്തം നാളെ 9 മണിക്കാണ്. അപ്പൊ സദ്യ വിളമ്പേണ്ട സമയം പറയുമായിരുന്നേ. അപ്പൊ നമുക്ക് വേറെ കേട്ടു. നാളെ 1 മണിക്കാക്കാം. നമുക്ക് 10 മണിക്ക് കൊടുക്കാം. എനിക്ക് മാത്രം വെപ്രാളം മതി, ഫുഡിലൊന്നും വെപ്രാളം കാണിക്കണ്ട കേട്ടാ. മോൻ എന്തിനാണ് ജോലി? എന്റെ ജോലി എന്താന്ന്? എന്റെ അടുത്തല്ല, നിന്റെ അടുത്താണ് ചോദിച്ചത്. പറയടാ കൊണ്ട്. ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ഓ, എന്നാ ഞാൻ അങ്ങോട്ട് മാറിയിക്കാൻ കുറച്ച്. കാലിൽ കമ്പി കിടക്കുന്നത് ചിലപ്പോ ഒട്ടും. കുറെ വളയങ്ങൾ പിടിച്ചിട്ടുള്ള കൈകളാണിത്. അരിപ്പുട്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു ബസ് മുതലാളിയാണ്. മോനെ എത്ര പുസ്തകം മൊത്തത്തില്? പിന്നെ കുറെ വളയങ്ങൾ പിടിച്ച കൈയാണെന്ന് പറഞ്ഞ്. അയ്യോ അതല്ല, 10 രൂപയ്ക്ക് 6 വളയം കിട്ടൂല. ഇങ്ങനെ ഇറങ്ങി ബിസ്ക്കറ്റ്, പൗഡർട്ടിന്, സോപ്പ്, അതിന്റെ മെയിൻ പ്രസ്ഥാനമാണ് ഞാൻ. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? വേളയിൽ വെച്ച്. അവിടെ ഉണ്ടായിരുന്നു. അല്ല, അച്ഛൻ സഹായിക്കണമെന്നില്ല നമുക്ക് ഇതിന്. പോയി. എടാ, ഒരു കല്യാണ വീടായിട്ട് അങ്ങനെ ഇവിടെ പിറകടെ എന്റെ അച്ഛൻ അവിടെ വിളിച്ചിട്ട് മാറ്റി. മാമാ, ഡേയ്, വേട്ടാവളി അവന്റെ അച്ഛൻ ഇട്ടിട്ട് പോയെന്നാ പറഞ്ഞ. അങ്ങനെയായിരുന്നോ? എടാ, വല്ലവരും വല്ല തുള്ളാൻ നിൽക്കുമോ നീ? ആശാനല്ലേ എന്നോട് പറഞ്ഞത്. സംഭവം എങ്ങനെയായിരുന്നു? അച്ഛൻ ഇട്ടിട്ട് പോയി, അതാ എന്റെ വിഷമം. ഹലോ, ഇട്ടിട്ടല്ലേ പോയത്? ഇടാതാ പോയാണ് വിഷമിക്കേണ്ടത്. അയ്യോ അതല്ല, എന്നെ ഇട്ടിട്ട് പോയെന്ന്. എന്നും എന്തോ ഉപദ്രവമായിരുന്നറിയോ? ഒരു രാത്രി പോലും ഇല്ല ഉറങ്ങാത്ത. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ കരച്ചില് വരുന്നു, കരച്ചില്. എന്തോ ചെയ്യാനെന്ന് പറ. എന്തുവാണ് ചെയ്ത്? മുളകെടുത്താണോടോ കണ്ണി തേക്കുന്നത്? അയ്യോ, മക്കൾ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ഓടോ, മക്കളെ കാണുന്നുണ്ട്, മാമൻ കരയണ്ട. ഇയാള് ഈ നാറി ചിരിക്കുക. നിന്നോട് എത്ര നേരം കൊണ്ട് പറയുവാടാ പോയി കിടന്ന് പറയാൻ. നാളെ നിന്റെ കല്യാണം ഇത് ഇവിടുത്തെ പാചകക്കാരൻ ഇതോ അയ്യെടുത്ത് ചെലവാതെ തേങ്ങ എടുത്ത് ചെലവ്. പറഞ്ഞിട്ട് ഒരു എടാ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ഇതിനകത്ത് ഈ തക്കാളി എടുത്തിടാൻ ആരെങ്കിലും ഉണ്ടോടാ? ഞാൻ തന്നെ ഉള്ളടാ. ഇവനെയൊക്കെ എന്റെ അമ്മയാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ നീ നേരത്തെ ഉപദ്രവിക്കൊന്നൊക്കെ പറഞ്ഞത് ഇല്ല, അച്ഛൻ ഇട്ടിട്ട് പോയതല്ല, ഓടി രക്ഷപ്പെട്ടതാ എന്നെ കൊണ്ടുപോകാതെ. വേണേ സംശയമുണ്ട്, മാമനോട് ചോദിച്ചു നോക്ക്. അല്ലേ മാമ? ഒന്നും ചെയ്യല്. ഒടിയനല്ല എന്റെ മാമൻ. പോയടാ. ഓ പോയി. മാമ എന്തിനാ പോയത്? അമ്മയുടെ 2:30 മാമ മുങ്ങുന്ന. അപ്പൊ അമ്മയ്ക്ക് ടൈമിങ് തെറ്റിപ്പോയാലോ? സംശയം മാമ നിന്ന് പുഴുങ്ങും. ഇതുപോലത്തെ ഒരെണ്ണേ ഉള്ളൂ മോനെ വീട്ടില്? എനിക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്. അവള് എന്നെ പോലെ അല്ല. ആശാനെ അരിപ്പുട്ടാണെങ്കിൽ അത് ഗോതമ്പൂട്ടായിരിക്കും. ഇവരെ അച്ഛൻ എനിക്ക് പിടി കിട്ടി. പുട്ടുകുറ്റി. കേക്ക് എന്തോ പാവാന്നറിയോ? കമ എന്നൊരക്ഷരം പറയൂല. എന്താ പെണ്ണ് ഊമയാണോ? എന്താ മക്കളെ, നാളെ എടുക്കാനുള്ള സാരി കോടി അവിടുന്ന്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് എന്റെ മാമൻ. ഹലോ ഗോയ്സ്. ഇതാണ് എന്റെ ഏട്ടൻ ഹരിക്കുട്ടൻ. ഹലോ ഗൈസ്. ഇത് ശാപ്പിലെ പൂജ. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് എന്റെ പെങ്ങള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമാന്നൊരു അക്ഷരം പറയൂല. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുണ്ടാക്കിയ ഫുഡാണ്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. മക്കളെ, മാമ ഉണ്ടാക്കിയ കറികളാണ് എല്ലാം പകർന്ന് അതുകൊണ്ട് പറഞ്ഞ മക്കളെ. ഇതാണ് അവിയല്, ഇതാണ് ലോലൻ, അല്ല ഓലൻ. ഇതെന്തോ പ്രത്യേക കറിയാന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. அது உன் புன்னகை ஒற்றை பூ பூக்கின்ற தேசம் ஏது அது அது உன் பாதுகை துடிக்கும் எரிமலை ஏது ஆழ்து என் நெஞ்சம் தானடி இனிக்கிற தீது அது உந்தன் தீண்டலே சுடுகிற பொய்து அது உந்தன் நாணமே. അവര് പറഞ്ഞാൽ അത്ര മുറ്റല്ല. ഏ പ്രഭു, ഇവിടെ പാചകം ഉണ്ടാക്കാൻ വന്നല്ല, കുടുംബം ഉണ്ടാക്കാനല്ല. പോയി പാചകം ചെയ്യണം. അത് വിട്. എനിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിന് എന്തോ പേരിടും. എന്തോ
എങ്ങനെ? എനിക്ക് അവക്കും ജനിക്കാൻ പോകുന്ന ഒരു കൊച്ചുണ്ടല്ലോ, അതിനെന്തോ പേരിടുന്നു. നാളെയാണ് നിന്റെ കല്യാണം. എന്ന് വെച്ച് കൊച്ചി എനിക്കായിരിക്കൂലല്ലോ. ഇവിടെ പോടാ. മാമ ഒരു പേര് പറഞ്ഞാ മാമ, എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, എന്റെ ജീവിതം എനിക്ക് ഭയങ്കര വെപ്രാളം മാമ, പ്ലീസ്. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുളിർമയാകുന്ന ഒരു പേരിട്ടാലോ? എങ്കിൽ എന്റെ കയ്യിലൊരു പേരുണ്ട്. എന്ത്? ഐസ് കെട്ട. അവൻ അതിൽ മുക്കി തറ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഒരു വിഷയങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ബഹളം ഉണ്ടാക്കാതെ ഇയാൾക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരാണ് ആശാൻ ഈ ആലോചിക്കുന്നത്. ശരിക്കും കണ്ട കിട്ടി. എന്താ എന്റെ കൊച്ചിന്റെ പേര്? തക്കാളി. തക്കാളി. എവിടെയൊക്കെ നോക്കി ഭയങ്കര വില ഇതിനിപ്പം. മാമ എന്റെ കൊച്ചിന്റെ പേര്. ചുമ്മാ ചെറുക്കാൻ നിന്റെ കൊച്ചിന്റെ പേരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പോകരുത്. മക്കളെ അയ്യോ തള്ളതാ വീണ്ടും വന്ന്. മക്കളെടാ അമ്മയുടെ സാരി ഒന്ന് പിടിച്ചേടാ. പറ്റത്തില്ല അമ്മ, ഈ ഉടുപ്പ് കണ്ടോ, ഇത് കഴിഞ്ഞാൽ ഇത് ചുളുങ്ങും, എന്നെ കൊണ്ട് പറ്റൂല. എടാ ഒന്ന് പിടിച്ചതാടാ. ഇത്ര നിർബന്ധമാണ് മാമനോട് പറ. മാമ എടാ നീ പിടിച്ചു തന്നാ മതി. പോയാ അങ്ങനെ ഇഷ്ടമുള്ളവരാക്കിയ സാരി പിടിച്ചോളൂ. എന്റെ ഇഷ്ടം എന്തെങ്കിലും ഈ ചുവപ്പ് സാരി മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചു. എന്നെ കൊണ്ട് അച്ഛ വെളുപ്പിക്കാനുള്ള വക ഉണ്ടാക്കരുത്. ആശാനെ പൊളിഞ്ഞു കേട്ടാ. ആണോ? ഹലോ അവിടെയല്ല, ഇവിടെ. ആശാനെ എനിക്ക് കുറെ നേരം തൊട്ട് തുടങ്ങിയ ഒരു സംശയം. എന്താണ് സംശയം? ഈ തവിയാരെ ചപ്പിച്ചു വെച്ചേക്കുന്നു. ജോർജ്. അതെന്റെ അച്ഛന്റെ പേര്. അപ്പൊ നിനക്കറിയാം എടാ, ഇത് ജന്മന ഇത് ഇങ്ങനെ ചപ്പിയിരിക്കും, അതാണ് ഇതിനെ ചട്ടുകം എന്ന് വിളിക്കുന്നത്. ഓ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. ആ, അതിന് ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇറച്ചി എടുക്കാൻ പോവാം. ആശാനും കൂടെ വാ. ആ, ഞാനും കൂടെ വരാം. പോവാം അങ്ങോട്ട്. രണ്ട് വർണ്ണവന്മാർ ഇവിടെ ഉണ്ട് പാചകത്തിന്. ഒരുത്തൻ ഇവിടെ ഇല്ല. അതെങ്ങനെ? നമ്മളെ പോലുള്ള മുതിർന്നവർ ഇവിടെ നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കണ്ട, ഇതിന് ഉപ്പില്ല. എല്ലായിടത്തും എന്റെ കൈ എന്നെ എത്തണമല്ലോ. ഉപ്പിട്ടിട്ടുണ്ട് ഇതിലാ. ഓ താങ്ക് യു. ആരെങ്കിലും പായസത്തിൽ ഉപ്പിടോടാ? അയ്യോ പായസമായിരുന്നോ? പിന്നെ ഇത് പായസമില്ലാതെ? അയ്യോ എന്റെ സദ്യ കുളവാക്കുവേ. അയ്യോ പെണ്ണുങ്ങളെ സൗണ്ടി കയറണ. ഞാനല്ല. അയ്യോ കാണുന്നില്ല. എടാ പോടാ അവിടുന്ന്. എടാ നിന്റെ പെങ്ങളെ കാണുന്നില്ലടാ. ഞാനാണോ? നിനക്കെന്നെ ഒരു ടെൻഷനും ഇല്ലാത്തെ? ഞാൻ അവളല്ലല്ലോ നാളെ കെട്ടുന്നത്. എന്റെ ദൈവമേ, ഇനി അവളെ എങ്ങനെ കണ്ടുപിടിക്കും ചേട്ടാ? എനിക്കറിയാം. എവിടെയാണ്? എല്ലാ സ്കിറ്റിലും ഇതുപോലത്തെ ക്ലൈമാക്സ് ആയിരിക്കും. എവിടെയാണ് നിന്റെ കൂട്ടാളി പാചകക്കാരൻ? അവനെ വിളിയടാ. അയ്യോ എനിക്കറിയൂടാ. അവനെ വിളിയടാ. ഉലുവ വാങ്ങിക്കാൻ പോയി. മാമാ എവന്റെ ആ ശിഷ്യൻ തന്നെ വെച്ചിട്ട് കീച്ചിക്കോ. മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോടാ അവനെ. ആശാനെ ഇതിന് മസാല ഉണ്ടോ നോക്കാവോ? ഉപ്പത്തി കുറവാടാ. ആശാനെന്തിനാ ഇവന്മാർ ഇങ്ങനെ തല്ലുന്നു? എടാ എന്റെ ഒരു സഹായില്ലേടാ. ആ. അവ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പോയടാ. ഞാനില്ലേ, ഒരു മിനിറ്റ് നിൽക്കണേ. നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? ഞാൻ ഇറച്ചിക്ക് മസാല ഇടാ കയറിയല്ലേ. എടാ ഇതിനകത്ത് ഇറങ്ങിയാണ് മസാല ഉണ്ടാക്കണത്. നിങ്ങളൊക്കെ കൂടെ അല്ലേ നീ ഇതിനകത്തോട്ട് ഇറക്കിയിടുന്നത്? ആര് പറഞ്ഞു? നീ പോ എഴുന്നേറ്റ്. എന്തൊക്കെ സംഭവിച്ചാലും നാളത്തെ സദ്യ സൂപ്പർ ആയിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. നാളത്തെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും കിടുവായിരിക്കും. അതെങ്ങനെ നീ തുറപ്പിച്ച് പറയാൻ കാരണം? തുടക്കം തൊട്ട് നിങ്ങൾ എല്ലാ എണ്ണം കൂടെ എന്നെ ഓരോ കറിയിൽ കയറ്റി ഇറക്കുമല്ലേ, എനിക്കറിയത്തില്ലേ. എടാ നീ കാര്യം അറിയാം. ഇവിടത്തെ പെണ്ണില്ലേ, നീ അടുത്തോട്ട് പോയെന്ന് പറഞ്ഞു. ആശാന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന്? പിന്നെ ആശാനോട് എനിക്കൊരു കാര്യം പറയാം. എനിക്കൊരു വാടക വീട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നീ അതിന്റെ ആവശ്യമില്ല. പിന്നെ നീ എവിടെ പോകും? ഞാൻ ഈ അണ്ടാവിനകത്ത് തന്നെ കിടന്ന് ജീവിച്ചോളാം. അയ്യോ ഇനി മോളെ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഒരുമിച്ച് നോക്കാം. അങ്ങോട്ട് പോകാം. നമ്മളെ വീട് ചെറിയ അടുത്ത് അങ്ങോട്ട് പോകണം. അവിടെ കൊച്ചു വീട് നമുക്ക് പഠിക്കാം. എടാ നിന്റെ അനിയത്തിയും പോയി. ഇതാ ഇപ്പൊ നിന്റെ തള്ളയും പോയി. നിനക്കൊരു കുഴപ്പമില്ലടാ. ഓട്ടമില്ലേ, എനിക്ക് എന്റെ കല്യാണമാണ് പ്രധാനം. എല്ലാ പടലുകളും പോയി. ഇനി എന്റെ കല്യാണവും പൊളിയും. വടാനാറി എന്താ പറഞ്ഞത് നിങ്ങളടുത്ത്? ഞാൻ ആ ഒരു ദേഷ്യത്തിൽ ആക്ച്വലി പറഞ്ഞു നടന്നാ നിങ്ങൾ ഒരുമിച്ചൊരു സ്കിറ്റാ കളിച്ചു. നിങ്ങൾ എന്താ അവിടെ കാട്ടിക്കൂട്ടിയത്? ചെറിയൊരു കല്യാണ വീട് ആണല്ലേ? എങ്ങനെ ആ കല്യാണ വീട് ഇത്ര രസകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി? എന്താ ഇതിനുള്ളിൽ ശരിക്കും അവനെ കൊണ്ടാ? ഞാൻ അത് എന്റെ ദൈവം, ഇതിനുള്ളിൽ ആക്ച്വലി ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ 10ാം ക്ലാസ് എക്സാം ഒന്നും ഇല്ലേ? ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഇവിടെ വന്നേ. ഓക്കെ, എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനൊരു വലിയ കൈയടി.
സോ ഞങ്ങളുടെ ഈ ചിരിയോ ചിരിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞങ്ങൾ അത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു ഡാൻസും കൂടെ കളിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ? Okay. റെഡി അല്ലേ? റെഡി. மாப்பிள்ள ஜோரு ஒன்னா சேருது ஊரு மைக்கு செட்டுல பாட்டு சேருது மனசு மாலைய போட்டு மைய பூசண கண்ணு வெக்கம் பேசுது நின்னு பையன் பாக்குற பார்வை உள்ள இருக்கு ஏதோ ஒண்ணு கல்யாணம் 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 ஆசை நூறு கல்யாணம் 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 கூத்த பாரு மருதாணி வச்சது யாரு கையெல்லாம் சவுக்குது பாரு பச்சை இல பந்திய போட்டா மொத்த சனமும் தேடுது சோறு பங்காளி சண்டைய பாரு பத்தாது கோட்டரு பீரு ஏதாச்சும் சொல்லிடும் ஒரு கல்யாணத்தை பண்ணி பாரு கல்யாணம் ஆசை நூறு கல்யாணம் கூத்த பாரு DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ യുവർ 1 കപ്പ് മാജിക്.